കനത്ത മഴയ്ക്കിടെ കോഴിക്കോട് എടവണ്ണപ്പാറ റോഡിൽ ഓടുന്ന ബസ്സിന് മുകളിൽ കൂറ്റൻ മരം വീണ് ഒഴിവായത് വൻ ദുരന്തം. വർഷങ്ങളായി നാട്ടുകാർ മുറിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മരമാണ് ഇന്ന് കാലത്ത് പെയ്ത കനത്ത മഴയിൽ റോഡിന് കുറുകെ 8:30 വീണത്. എടവണ്ണപ്പാറയിൽ നിന്ന് രാമനാട്ടുകര വഴി കോഴിക്കോട് പോകുന്ന മുബാറക്ക് ബസ്സിന് മുകളിലാണ് മരം വീണത്. ബസ്സിന് തൊട്ടുമുന്നിൽ ഡ്രൈവറുടെ സീറ്റിന് ചാരിയാണ് മരം വീണത്. ഇതോടെ ബസ് സഡൻ ബ്രേക്ക് ഇടുകയും ചില്ലുകൾ പൊട്ടി ചെറിയ പരിക്കുകൾ ചിലർക്ക് സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ വാഴക്കാട് പോലീസിന്റെ നിർദ്ദേശപ്രകാരം താലൂക്ക് ദുരന്ത നിവാരണ സേന, TDRF വോളണ്ടിയർമാരും നാട്ടുകാരും ചേർന്ന് മരം മുറിക്കൽ ആരംഭിച്ചു. വലിയ മരമായതിനാൽ തന്നെ ഉടൻ തന്നെ മുക്കം ഫയർഫോഴ്സും സ്ഥലത്തെത്തി. മരം മുഴുവനായി മുറിച്ചു നീക്കി റോഡ് ശുചീകരിച്ചു. ബസ് സൺറൈസ് ഇട്ടതോടെ ബസ്സിൽ ഉണ്ടായിരുന്ന കണ്ടക്ടർ ജിഷ്ണുവിന് വീണ് പരിക്കേറ്റു. 2 സെക്കൻഡ് വൈകിയാണ് മരം വീണതെങ്കിൽ വലിയ ദുരന്തമായി മാറുമായിരുന്നു. പ്രദേശത്ത് പാർക്ക് ചെയ്ത കാറിനും ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. മരം മുറിച്ചു മാറ്റാൻ മുക്കം ഫയർ ഓഫീസർ അബ്ദുൽ ഗഫൂർ സാറിന്റെയും TDRF ചീഫ് കോർഡിനേറ്റർ ഉമറലി ഷിഹാബിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലാണ് മരം മുറിച്ചു നീക്കിയത്. സമാധാനായി മുന്നിൽ നിന്നാണ് പാരാളി വണ്ടി ആറില്ലെങ്കിൽ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ഏക്കളൊരു സമാധാനായി. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.